കടം കൊടുത്തു, ഇന്ന തീയതിക്കുള്ളിലായിക്കൊണ്ട് ഞാനത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അയാൾ എത്ര പരിശ്രമിച്ചിട്ടും അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരാൾ അതിന് എളുപ്പം കൊടുത്തു അഥവാ നീട്ടിക്കൊടുത്തു എങ്കിൽ അതിന് വമ്പിച്ച പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അയാളെ സഹായിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന റജുലൻ കാന ഫീമൻ കാന ഖബലകും അതാഹുൽ മലിക് ലിയഖ്ബിദ റൂഹഹു. ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു. പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ വിചാരണ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ അമിൽത മിൻ ഖൈരിൻ, താങ്കൾ എന്തെങ്കിലും ഒരു നന്മ താങ്കളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറയുകയാണ്, മഅലം, എനിക്കറിയില്ല. അദ്ദേഹം എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് അറിയുന്നില്ല. ആ മലക്ക് വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? അദ്ദേഹം പറയുകയാണ്, അഅലമു ശൈഅൻ, എനിക്കൊരു കാര്യം അറിയാം. എന്താണ്? ഞാൻ ദുനിയാവിൽ ചില ആളുകൾക്കൊക്കെ കടം കൊടുത്തിരുന്നു. ആ കടം കൊടുത്ത സമയത്ത് അവർക്കത് തിരിച്ചു നൽകാൻ സാധിക്കാത്ത സമയത്ത് അവർക്കത് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമായിരുന്നു, അവർക്കൊരു എളുപ്പം നൽകുമായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് കൽപ്പിക്കും, ഫഅദ്ഖിൽഹുല്ലാഹുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ മലക്കുകളോട് കൽപ്പിക്കുന്നതാണ്. അത്രയും ഒരാൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഈ കടത്തിന്റെ വിഷയത്തിലല്ല, നമുക്ക് അത് അയാളോട് തിരിച്ചു വേണ്ട എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതല്ലെങ്കിൽ അതിനേക്കാൾ അതിന്റെ മുകളിലുള്ളത് നമുക്കത് ഒരല്പം നീട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്നാണ്. കഴിഞ്ഞൊരു ഹദീസിൽ നമ്മൾ സൂചിപ്പിച്ചു, അത് നീട്ടിക്കൊടുക്കുന്ന കാലത്തോളം അതിന് ഇരട്ടിയായിക്കൊണ്ട് പ്രതിഫലം ലഭിക്കും. ഉദാഹരണത്തിന് ഒരാൾ ഒരു 1000 രൂപ ഇന്ന ദിവസം കടം തരാം, അതിന്റെ ദിവസം തിരിച്ചു തരാം എന്ന് പറഞ്ഞു, അയാൾക്കത് സാധിച്ചില്ല എങ്കിൽ അടുത്ത ഒരു മാസം കൂടി അത് നീട്ടിക്കൊടുത്താൽ ഓരോ ദിവസത്തിനും 1000 രൂപ കടം കൊടുത്ത പ്രതിഫലം. എത്ര? 1000 രൂപ കടം കൊടുത്ത ഒരാൾക്ക് 30,000 രൂപ കടം കൊടുത്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ആ സമയത്തും അയാൾക്ക് തിരിച്ച് അടക്കാൻ സാധിച്ചില്ല എങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു മാസം തിരിച്ച് അവധി കൊടുത്താൽ വീണ്ടും അയാൾക്ക് ഇരട്ടി പ്രതിഫലം. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം 2000 രൂപ കടം കൊടുത്തത് പ്രതിഫലം, അങ്ങനെ ഒരു മാസത്തിൽ 60,000 രൂപ കടം കൊടുത്തതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്ന രീതിയിൽ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും.